ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ. ഇന്നലെ ഇന്ന് രാത്രി നമ്മൾ വലയിടാനാണ് കഴിയുന്നത്. കരിമീനാണ് നമ്മൾ നോക്കുന്നത് മെയിനായിട്ട്. അന്നേരം കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്നിട്ട് അന്ന് വീഡിയോ ഒന്നും പിടിച്ചൊന്നുമില്ല. ഇതിന് മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വലയിടുന്നതിൻ്റെ. അത് വളരെ ഫ്ലോപ്പായിരുന്നു. കാരണം 3-4 കരിമീനും 5-6 തൂളിയൊക്കെ നമുക്ക് കിട്ടിയുള്ളായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം വലയിട്ടപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സിലോപ്പി ഉണ്ടായിരുന്നു, കരിമീനുണ്ടായിരുന്നു, തൂളി ഉണ്ടായിരുന്നു, നമുക്ക് ചെമ്പല്ലി ഉണ്ടായിരുന്നു, ചെമ്പല്ലി ഉണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീനുണ്ടായിരുന്നു. ഞങ്ങൾ വീഡിയോ പിടിക്കാൻ നേരം ആദ്യം മീനൊന്നും ഇല്ലാഞ്ഞതുകൊണ്ടാണ് വീഡിയോ പിടിക്കാഞ്ഞത്. പിന്നെ നമ്മുടെ വലയൊക്കെ ഒന്ന് മാറി. ഞങ്ങൾ ആദ്യം ഇട്ടപ്പോൾ നമുക്ക് ഈ 4 കരിമീൻ കിട്ടിയ സമയത്ത് നമുക്ക് 50 കണ്ണി ഇറക്കത്തിൻ്റെ വലയായിരുന്നു. ഇപ്പം ഞങ്ങളത് 100 കണ്ണി ഇറക്കമാക്കിയപ്പോഴാണ് നമുക്ക് മീൻ കിട്ടാൻ തുടങ്ങിയത്. അന്നേരം 2 പ്രാവശ്യം ഞങ്ങൾ ഇട്ട്, അന്നേരം കുഴപ്പമില്ല മീൻ കിട്ടിയതുകൊണ്ടാണ് നമ്മളിപ്പം ഒരു വീഡിയോ എടുക്കുന്നത്. അന്നേരം നമ്മൾ തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പം മണി ഒരു 8-9 മണിയായി രാത്രി. ഇനി നമ്മൾ നാളെ നേരം വെളുക്കുന്നവരെ വലയിടിച്ചിലായിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്ക് വെട്ടം അടിക്കാൻ പറ്റത്തില്ല വെള്ളത്തിലോട്ട്. അധികം ഒച്ച ഉണ്ടാക്കാൻ പറ്റും, സംസാരിക്കാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ പെട്ടെന്നായിരിക്കും വെള്ളത്തിനടിയിലോട്ട് സംസാരം ചെല്ലുന്നത്. ആ ഒരു വിഷയമുള്ളതുകൊണ്ട് നമ്മൾ സംസാരം കാണത്തില്ല. പിന്നെ കുറച്ച് വലയിടുക തന്നെ ആയിരിക്കും കണ്ടിന്യൂ. പിന്നെ സൈഡ് ഇറമ്പി കയറി നമ്മൾ വലയിടുകയും നമ്മൾ പൈപ്പിനിടിക്കുകയും ചെയ്യുന്നു. അന്നേരം പുറത്തോട്ട് ഓടുന്ന മീനായി ഉടക്കി കിട്ടുന്നത്. അന്നേരം നമ്മളിപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. അന്നേരം നമുക്ക് തുടങ്ങാം പരിപാടി. അന്നേരം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമുക്കൊരു ഹാർദമായ സ്വാഗതം കേട്ടോ. നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ട് വലയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഫുള്ള് വല ഇടുന്നില്ല. നമുക്ക് വെട്ടോടിയും കാര്യങ്ങളൊന്നും നടക്കത്തില്ല ഈ വലയിടാൻ നേരത്ത്. ഇവിടുന്ന് ഇങ്ങനെ ഫുള്ള് വലയിട്ട് ഇനിയിപ്പം ഇവിടുത്തെ പൈപ്പുണ്ട്. ഈ പൈപ്പിനാണ് നമ്മൾ ഇടിക്കുന്നത്. ഇവിടെയൊക്കെ കരയായതുകൊണ്ട്, ഇപ്പോൾ ഇതൊക്കെ ചെറിയായതുകൊണ്ട് കരയ്ക്ക് കയറിന്ന് ഇടിക്കാൻ പോകുന്നത്. ഇനീഷ് അവിടെ നിന്ന് ഇടിച്ചിങ്ങോട്ട് വരും. ഇടിച്ച് വന്നിട്ട് നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് വല എടുക്കും. വല എടുക്കുന്ന നമുക്ക് വീഡിയോ കാണിക്കാം. പക്ഷേ വല ഇടുന്നതൊക്കെ വീഡിയോ എടുക്കൽ ഈ വെട്ടമടിക്കുന്ന ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത്. നല്ല കൊതുക് ശല്യമുണ്ട്. ഇത് കണ്ടോ, ഈ പൈപ്പിനാണ് നമ്മൾ ഇടിക്കുന്നത്. എന്താ പൈപ്പിന് നേരെ ഹോളൊക്കെ ഇട്ട് എന്താ നമ്മൾ അവിടെ നിന്നൊരു പീസ് കൊടുത്തിട്ടാണ് ഇത് കണ്ടോ. ഇവിടെ നിന്നൊരു പീസ് കൊടുത്ത് ഇങ്ങനെ ഇട്ട ഹോളിട്ട പൈപ്പായത്. ഇതിനടിക്കാൻ നേരം നല്ല സൗണ്ട്. എന്നിട്ട് അപ്പുറം എൻ്റെ അടച്ചിട്ടിരിക്കുക നമ്മൾ. ആ ഒരു എൻഡ് എന്താ ഈ ഒരു എൻഡ് നമ്മൾ അടച്ചു വെച്ചിരിക്കുക. പൈപ്പ് നമ്മുടെ ഈ റിട്ടേൺ വരാൻ വേണ്ടി ഏറി കയ്യിൽ നിന്ന് പോയാലും പോകരുത്. നേരം വിനീഷ് അവിടെ പണി തുടങ്ങാൻ പോവുക. ഇപ്പം മൊത്തം ഫുള്ളിരിട്ട ഈ സൗണ്ട് കേൾക്കണം വെള്ളത്തിനടി. അതെ, വലയുടെ അടയാളം കുപ്പിയാണ് കേട്ടോ ഇത്. വല എടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. മറ്റു രീതിയിൽ നമ്മൾ രാവിലോട്ട് നമ്മൾ ഫുൾ ടൈം വലയിട്ട് കിട്ടുന്ന രീതിയിലുള്ള മീൻ അങ്ങനെ ഉടക്കത്തില്ല ഇതിനകത്ത്. മെയിനായിട്ട് ഉടക്കുന്ന കരിമീനും തൂളിയാണ് മെയിനായിട്ട് ഉടക്കുന്നത്. കണ്ടിന്യൂ മീൻ ഉടക്കത്തില്ല. ചിലപ്പോൾ ഒരു വലയടിച്ച് ചിലപ്പോൾ 1-2 കരിമീൻ കണ്ട് ചിലപ്പോൾ ഒന്നുമില്ല എന്നും വരെ ഉടക്ക. നമ്മളിതേ ഫസ്റ്റ് കരിമീനാണ് കേട്ടോ. ജസ്റ്റ് ഉടക്കാം. ഇതുണ്ട് ഫസ്റ്റ് ഒരു കരിമീൻ. അടുത്തുടക്കലാണ്. രണ്ടാമത്തെ കരിമീനും കൊണ്ട് ഉടക്കമുണ്ട്, കമ്പുമുണ്ട്. 2 നമ്മളിത് 3ാമത്തെ കരിമീനാണ് കേട്ടോ. 3ാമത്തെ കരിമീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ് ചവറയിലൊക്കെ കയറി ഉടക്കിയിട്ടുണ്ട്. കണ്ടോ കരിമീൻ കണ്ടോ. 3ാമത്തെ കരിമീൻ. മറ്റേതില്ല, അവിടെ കിടപ്പുണ്ട് കേട്ടോ. മറ്റേത് 2. നമ്മുടെ 4ാമത്തെ കരിമീൻ. അത് വന്നതും കയറിയൊന്നും അറിഞ്ഞില്ല. അന്നത്തെ കാര്യം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ പിടിക്കാത്തത് കൊണ്ടേ അതിനിടയ്ക്ക് ഈ കമ്പൊക്കെ കയറി നമ്മുടെ വലയിൽ ഉടക്കുന്നുണ്ട്. കയ്യെ വന്ന് തട്ടിയപ്പോൾ അത് തന്നെയല്ലേ നമ്മുടെ ആറ്റിൽ നച്ച് കരിമീനുണ്ട്. ഈ നച്ച് കരിമീൻ കഴിഞ്ഞ ദിവസം എനിക്കിട്ടൊരു പണി വന്നിട്ട് വെളുപ്പിന് 2-3 മണി വരെ നല്ല സുഖമായിരുന്നു.
ഇന്നത്തെ എന്തായാലും തുടക്കം കുഴപ്പമില്ല. നാലാമത്തെ കരിമീൻ അവിടെ കിടക്കട്ടെ. അല്ല നമുക്ക് ഫസ്റ്റ് വിലക്ക് കിട്ടുക കേട്ടോ 4 കരിമീൻ. കുഴപ്പമില്ലാത്ത കരിമീനാണ് കേട്ടോ. എന്തായാലും കുഴപ്പമില്ല. 4 കരിമീൻ ഞാൻ പറയില്ലേ, നമ്മൾ ആദ്യം തുടക്കം പറഞ്ഞു 2-3 കരിമീൻ വെച്ചു, എന്നിട്ട് 4 കരിമീൻ കിട്ടി. ചിലപ്പോൾ ഇതിൽ കൂടാം, ചിലപ്പോൾ കുറയാൻ, ചിലപ്പോൾ ഒന്നും ഇല്ലാതായിരിക്കുക. പിന്നെ തുടക്കം കൂടെ. പിന്നെ അടുത്ത സ്ഥലം ഇതാണ് കണ്ടിന്യൂ വല അടിച്ചുകൊണ്ടിരിക്കുക. അടുത്ത സ്ഥലത്തോട്ട് നോക്കാം. ഇപ്പോൾ രണ്ടാമത്തെ വല ഇട്ട അന്നേരം 3 കരിമീനുണ്ട്. അവൻ വലിച്ചവിടെ വെച്ചിട്ടുണ്ട്. വിനീഷ വല എടുക്കുന്നത്. നേരം അതേ ഒരു ഉടക്കമുണ്ട്. നമ്മൾ വലയിട്ട് എന്ന് വലയിട്ടോ അന്നല്ല ഈ ഭയങ്കര ഉടക്കം നമ്മുടെ ആറ്റി. 3 കരിമീൻ അവൻ വലിച്ചു വെച്ചിട്ടുണ്ട്. ചെറിയ നമുക്കൊരു ഇപ്പോൾ കയറി 4ാമത്തെ തൂളിയാട്ടോ. 2 കരിമീൻ ഓൾറെഡി കിടപ്പുണ്ട്. 4ാമത് കയറി തൂളി. ഞങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തൂളി എന്തായാലും ഇന്ന് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് തീരുന്നതിന് മുന്നേ അടുത്ത തൂളി കയറി. കരിമീനാടാ. ഒന്ന് വെട്ടമടിച്ച് കാണിച്ചോ. ഇല്ലേ അത് കരിമീനാട്ടോ. ഇപ്പം 5ാമത്തെ മീൻ. 4 കരിമീൻ ഒരു തൂളിയായി. നല്ല കരിമീനാണല്ലേ കേട്ടോ. നമ്മൾ വീഡിയോ ഇങ്ങനെ കണ്ടിന്യൂ വീഡിയോ എടുക്കുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ ഫുൾ ടൈം നമുക്ക് ഈ പരിപാടിയാണ് നമ്മൾ കണ്ടിന്യൂ വീഡിയോ എടുക്കുന്നില്ല കേട്ടോ. വലയുടെ ലാസ്റ്റ് പോകാം. മറ്റേ ടോർച്ചിൻ്റെ അടിച്ചാൽ കണ്ണി കേട്ടോ. കുഴപ്പമില്ല, ഇച്ചിരി വലിയ കണ്ണിയാണ്. നമ്മുടെ ഈ വലയിൽ അത് ഊർന്നു പോകുന്ന സാധനമാണ്. അത് പിന്നെ ഉടക്കി വല തീർന്നില്ലേ. നമ്മുടെ വല എടുത്ത് തീർന്നിട്ടെ. നമ്മുടെ 2ാമത്തെ വലയായിരുന്നു. അപ്പോൾ 2ാമത്തെ വല നമുക്ക് എത്ര കരിമീൻ ഉണ്ടോ? 4 കരിമീനല്ലേ. 4 കരിമീൻ, ഒരു തൂളിയുണ്ട്, ഒരു കണ്ണിയുണ്ട്. കരിമീനാട്ടോ വിനീഷ് അടിക്കുന്നത്. ഫസ്റ്റ് കരിമീൻ എത്ര ഉണ്ട്? കരിമീൻ എന്ത് എല്ലാം മലയ്ക്ക് അടിയിലാണ് കിടക്കുന്നത്. നീ ഇങ്ങോട്ട് മാറ്റിയിട്ടിട്ട് ലാസ്റ്റ് കാണിക്കുക. കരിമീനുണ്ട്, തൂളിയുണ്ട്. ചെറുതാണല്ലേടാ. ചെറുതല്ല, നല്ല അത് മാത്രമേ ഉള്ളൂ ഇച്ചിരി ചേർന്നല്ലേ വരുന്നുണ്ട്. നമുക്ക് കിട്ടിയതാ ഒന്നൊരു തൂളി. നമ്മളിതേ ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ വന്നിട്ടേ തെർമോക്കോൾ പെട്ടിയൊന്നും ഇല്ല, ഐസ് ഇല്ലാതെ ഞങ്ങൾ വന്ന കഴിഞ്ഞ ദിവസം. നമ്മൾ പെട്ടി എടുത്തിട്ടുണ്ട്. നമ്മുടെ 3ാമത്തെ വല എടുത്തോണ്ടിരിക്കുക കേട്ടോ. മൊത്തം ഉടക്ക. തൂളി കരിമീൻ കേട്ടോ. നല്ല കരിമീനാണല്ലോടാ. ഇതൊന്ന് വെട്ടമടിച്ചെന്ന് കാണിച്ചേ. വെള്ളത്തിൽ 2 എണ്ണം ഉണ്ടോ? 2 കരിമീനുണ്ട്. അത് ഊർന്ന് വീണ അത്ര ഉള്ളത്. കാണിച്ചേ. എവിടെയാണോ മീൻ വെട്ടമടിക്കാനില്ല. ഇത് കറുപ്പ് നെല്ല് കണക്ക് കാണാം. അവൻ്റെ പേരെ വെട്ടമടിക്കുന്നുണ്ട്, അതുകൊണ്ട് കാണാൻ പറ്റില്ല. കരിമീനാണ് ഇതില്ല കിടക്കുന്നത്. ഇപ്പോൾ കാണാം നല്ല കരിമീൻ. എന്തുവാടാ അത്? വീഡിയോ പോകണം അങ്ങനെ കിട്ടട്ടെ. ഒക്കെ നല്ല സൈസ് കരിമീനാണല്ലേ. എത്ര 4 4 കേട്ടോ. അത് കരിമീൻ. നമ്മുടെ വല ഈ ടങ്കീസ് വലയായതുകൊണ്ട് കരിമീനാടാ. അടിപൊളി. വരട്ടാ, കയറി വരട്ടാ. നമ്മുടെ കുറേ നാളത്തെ കഷ്ടപ്പാടിനുള്ളതാണ് കയറി വരുന്നത്. തൂളി കൊണ്ടൊരു തടിയും കയറി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു വേണം. ഞെക്കി ഒരു കിണക്ക് കൊടുക്കും. ഇവനെ ബോക്സേ കിടന്ന് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകും. കറക്റ്റ് പെട്ടെന്ന് തൂളിയല്ല അടിക്കുന്നത്. നമ്മുടെ കരിമീൻ കിടക്കുന്നു ഈ ഭാഗത്ത്. ഈ വലയുടെ അടിയിലൊക്കെ കരിമീൻ കിടക്കുന്നുണ്ട്. ഇതിനടിയിൽ കിടപ്പുണ്ട്. നമ്മൾ വലിച്ചു വെച്ചിരിക്കുന്നത്. തൂളിച്ചടക്കായിരിക്കും വീട്ടിൽ ഞെരട് കൊടുത്തിട്ടിരിക്കുക. തൂളി കൊണ്ടൊരു തടിയും കയറി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു വേണം. ഞെക്കി ഒരു കിണക്ക് കൊടുക്കും. ഇവനെ ബോക്സേ കിടന്ന് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകും. കറക്റ്റ് പെട്ടെന്ന് തൂളിയല്ല അടിക്കുന്നത്. നമ്മുടെ കരിമീൻ കിടക്കുന്നു ഈ ഭാഗത്ത്. ഈ വലയുടെ അടിയിലൊക്കെ കരിമീൻ കിടക്കുന്നുണ്ട്.
ഇതിനടിയിൽ കിടപ്പുണ്ട്, നമ്മൾ വലിച്ചു വെച്ചിരിക്കുന്നത്. വിളിച്ചടക്കായിരിക്കും വീട്ടിൽ നേരിട്ട് കൊടുത്തിട്ടിരിക്കുക. കരിമീൻ ഇതിനുണ്ടല്ലേ 4 രണ്ടാമത്തെ കരിമീനല്ലോ. അത് 3-ാമത്തെ അല്ലേ? പാട്ടിയുടെ വായു എല്ലാം തിരികെ വെക്കണം. ഇത് 4-ാമത്തെ കരിമീൻ കേട്ടോ. 3 ഇവിടെ കിടപ്പുണ്ട്. ഇതിന് അടിയിൽ കിടന്ന് അതിൽ കളിക്കുന്നു. കിടക്കുന്ന 4, ഇവിടെ ഒന്ന് 5. അതാണോ ഊരി വീണ കരിമീൻ? അപ്പുറത്തെ പോലെ ആദ്യത്തെ മരത്തെ പോലെയല്ലേ? കിടക്കുന്നുണ്ട്. ഇതാ ഊരി വീണത്. കണ്ണി കിടന്നുണ്ട്. 1 അങ്ങനെ ചാടിപ്പോയി. 2, 3, 4, 5 കരിമീൻ, ഒരു തൂളി. നമ്മളിത് വലയിടുന്ന ഒരു വീഡിയോ വന്നില്ല, അതുകൊണ്ട് വലയിടുന്ന കാണിക്കുക. ജസ്റ്റ് എന്നിട്ട് നമ്മൾ ഈ സൈഡിൽ ഇങ്ങനെ വലയിടുന്നുണ്ട്. നമുക്ക് വെട്ടമടിക്കാനോ നമുക്ക് സംസാരിക്കാനോ പറ്റത്തില്ല. നമ്മളിന്നേരം ചെറിയ രീതിയിൽ ഫ്ലാഷ് ഓണായിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന മണ്ടത്തിന് എന്തായാലും തുടക്കം നമുക്ക് കരിമീൻ കാണത്തില്ല. അതുകൊണ്ടൊന്നും കാണിക്കുന്നുണ്ടോ. കണക്ക് നൈറ്റ് ഫുള്ള് ഇരുട്ടത്ത് നമ്മളിടുന്ന വെള്ളം പോലും അനങ്ങാത്ത രീതിയിലാണ് നമ്മൾ വലയിടുന്നത്. ഇനിയൊരു കാരണവശാലും പുറന്നോട്ട് ഓടിപ്പോവുകയോ പേടിച്ച് മാറുകയോ ചെയ്യില്ല. ഇപ്പം വലയെടുത്ത് നമ്മളത് ഇതേ കണക്ക് ഈ പൈപ്പ് വെച്ച് ഇങ്ങനെ ഇട്ട സ്ഥലം മൊത്തം പോളയാണ്. മറ്റേ നല്ല തെളിഞ്ഞ സ്ഥലത്തായിരുന്നു നമ്മൾ വല ഇട്ടത്. നമ്മൾ ഇട്ട് വന്നപ്പം ഇവിടെ പോളയുണ്ട്, കമ്പുകാടും ഒക്കെ ഉണ്ട്. ഭയങ്കര ശല്യമായിട്ടുള്ള സാധനമാണ് ഉള്ളത്. നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. ഇങ്ങനെ അധികം മുന്നോട്ട് ഈ പരിപാടി പോകത്തില്ല, വീഡിയോ എടുപ്പ്. ഇങ്ങനെ എടുക്കുന്ന ഇതേ കാണിക്കാനൊക്കത്തില്ല. നമ്മുടെ 4-ാമത്തെ വല എടുക്കുക കേട്ടോ. ഈ 4-ാമത്തെ വല നമുക്ക് വലിയ പ്രതീക്ഷയില്ല. അവിടെ കുറച്ച് സ്ഥലത്ത് പുറത്തോട്ടിറങ്ങി പോളയും കമ്പൊക്കെ ഉണ്ട്. എന്നിട്ട് നമുക്ക് അതിനിടയ്ക്ക് കയറി കുത്താനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ല. വലിയ പ്രതീക്ഷയില്ല ഈ വല. പിന്നെ നോക്കാം എന്ത് കിട്ടുന്നുണ്ട്. 4-ാമത്തെ വല കേട്ടോ. 4-ാമത്തെ വല 2 കരിമീനുണ്ട്. ഇത് അവിടെ 2 കരിമീൻ വെട്ട പിടിക്കുന്നതാണ്. കുഴപ്പമില്ല. മീൻ മാത്രം മാറ്റിയിട്ട് അങ്ങോട്ട് വലിച്ചാൽ വയറുൾപ്പെടെ വലിച്ചങ്ങോട്ട് ഇട്ട് അത്രയേ ഉള്ളൂ. അങ്ങനെ ഉണ്ടോ? എന്തുവാണ് അത്? അച്ചിപ്പരല്ലേ? അച്ചിപ്പരലൊക്കെ ഇല്ല കയറി കൊടുക്കുക. അടുത്ത മീൻ എന്തുവാടാ? കരിമീൻ കേറട്ടാ. സത്യം പറഞ്ഞ ഈ വലയ്ക്ക് നമുക്ക് പ്രതീക്ഷയില്ലാത്ത വലയായിരുന്നു കേട്ടോ. 3-ാമത്തെ കരിമീനാണ്. എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് പോകുന്നിടത്ത് ഈ കാടും കമ്പും ഒക്കെ ആയിട്ടുണ്ട്. വല ഒന്ന് വൃത്തിയാക്കിയിട്ട് മീനെ മാറ്റിയിട്ട് മീനെ മാത്രം ഒരു സൈഡിലോട്ട് ഇട്ട് അത് തന്നെ കണ്ട. അങ്ങനെ ഇട്ട് ഒരു കുഴപ്പമില്ല. നമ്മുടെ 4-ാമത്തെ കരിമീൻ കേട്ടോ ഈ വലയ്ക്ക്.
എല്ലാ വലയ്ക്കും 4 കരിമീൻ വെച്ചുണ്ട്. ചെറുതായിട്ട് കാണാം, വെട്ടമടിക്കുന്നുണ്ട്. ആ വെട്ടമടിച്ചാൽ കാണാം, താഴട്ടെ മീൻ താഴട്ടെ, ആ കിടക്കുന്ന ആ കരിമീൻ കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. എന്തായാലും വല ഊരാൻ നേരത്ത് കാണാം. അവിടെ ഉണ്ട്. ഇത് എത്ര 5ാമത്തെ കരിമീനും കുറച്ച് ചവറും. കരിമീനുണ്ട് കേട്ടോ, എന്താ ഇട്ടത് കരിമീൻ, 5ാമത്തെ കരിമീനാണ് കേട്ടോ. പിന്നെ ചാക്ക പ്ലാസ്റ്റിക് ഏതാണ്ടൊക്കെ ഉണ്ട്, കമ്പുകാടും ഒക്കെ ഉണ്ട്. പട്ടിയുടെ ശല്യം ഒരു രക്ഷയില്ല. ഇല്ല, ആ തെങ്ങിൻ ചോട്ടി ഇരിപ്പുണ്ട്. അതേ 4ാമത്തെ വല തീരാറായി കേട്ടോ. തീരാറായപ്പോൾ 2 ആ ഇവിടെ കിടക്കുന്നത് 2 കരിമീൻ. അങ്ങനെ ഈ വിലക്ക് എത്ര കിട്ടിയടാ? 5 6 മൊത്തം 6 കണ്ടായി കേട്ടോ ഈ വിലക്ക്. സത്യം പറഞ്ഞാൽ ഒരു പ്രതീക്ഷയില്ലാത്ത വലയായിരുന്നു. വല തീരാറായി. നമ്മുടെ പൊങ്ങ് എന്ത് ചെയ്യും, കുപ്പി തേയില്ല അവിടെ കിടപ്പുണ്ട്. തീർന്നു. ഇത് ഈ ലാസ്റ്റ് പൊങ്ങായി കിടക്കുന്നത്. കുപ്പി ഇല്ലേ, കുപ്പി തേ കിടക്കുന്നു. തീരാറായപ്പോൾ ഒരെണ്ണം കൂടി കണ്ട, നല്ല ഐസ് കരിമീൻ കേട്ടോ. ബോണസ് ഇനിയുണ്ടോ? എങ്ങാനും ബിരിയാണി കൊടുത്താലാണ്. നമ്മുടേത് 4ാമത്തെ വലയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഈ വല അടിച്ചിട്ട് ഞങ്ങൾക്കൊരു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. ഇത് അവിടെ ആ പോളയുടെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പോളയൊക്കെ പിടിച്ച് നിന്നുകൊണ്ട് ഞങ്ങളൊരു പ്രതീക്ഷയില്ലാതെ ഇച്ചിരി ദൂരം മാറ്റി, ഇച്ചിരി പുറത്തോട്ട് മാറ്റി ഞങ്ങൾ വലയിട്ടത്. പക്ഷേ അതിനകത്ത് 6 7 കരിമീനില്ലടാ, 7 കരിമീനുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ ഈ 4 വെച്ച് കിട്ടിയപ്പം ഇതിൻ്റെ തൊട്ട് മുമ്പിലത്തെ പോലെ 5 കരിമീൻ കിട്ടി. ഞങ്ങൾ ഓർത്ത് ആ കുഴപ്പമില്ല 5 കരിമീൻ. അന്നേരം ഞങ്ങളിപ്പം ഒരു 3 കിട്ടി. ഞങ്ങൾ പറയുകയും ചെയ്തു, ഒരു 4 കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല. ഒരു വലയ്ക്ക് ഒരു 4 വെച്ചൊരു 10 വല അടിക്കാൻ നേരത്ത് 4 40 ഒക്കെ കണക്ക് കൂട്ടിയിരുന്നപ്പോൾ നമ്മുടെ കണക്കൂട്ടിലെല്ലാം തെറ്റിച്ചുകൊണ്ട് 7 കരിമീൻ ഇപ്പോൾ കിട്ടിയത്. എന്തായാലും അത് ഊരട്ടാ. നോക്കിയിട്ടാ ഇത് കാണാൻ പറ്റില്ലല്ലോ. നമ്പർ 1. അതെ, ടോക്കൺ നമ്പർ 1. ഫസ്റ്റ് കരിമീൻ. 4ാമത്തെ വലയുടെ ഫസ്റ്റ് കരിമീൻ കേട്ടോ. രണ്ടാമത്തെ കരിമീൻ എറൊന്നും പറഞ്ഞ് വന്ന് വീണ്. ഇത് ചൂളക്കരിമീനാണ്. മൂന്നാമത്തെ കരിമീൻ. നമുക്കപ്പോൾ ഏത് അടിച്ച് കുളിപ്പിക്കുക. 5 എടാ, നമ്മുടെ എണ്ണമൊക്കെ തിരി 8 എണ്ണം ഉണ്ടായിരുന്നു. നമ്മളെത്ര 7 എണ്ണം ആണല്ലോ പറഞ്ഞത്. ഞാൻ ഐസ് മേടിച്ച് വെറുതെ ആവുന്ന കരുതിയിരുന്നു.
ഐസ് വെച്ചെന്നൊക്കെ നമുക്ക് പണി കിട്ടിയിട്ടുണ്ട്. 6 7 8 കരിമീനായി. നമ്മുടെ എണ്ണ ഇവിടെ തെറ്റിയായിരുന്നല്ലേടാ? നമ്മൾ 7 എണ്ണമാണ് പ്രതീക്ഷിച്ചത്, 8 എന്തായാലും ഒരു വിലയ്ക്ക് കൂടുതൽ കിട്ടിയില്ലേ? നമ്മൾ 4 എണ്ണം വെച്ച് പ്രതീക്ഷിച്ചപ്പോൾ ഒരു വിലയ്ക്ക് 8 എണ്ണം കിട്ടി, കുഴപ്പമില്ല. പിന്നെ കേട്ടോ അതെ, 8, 9, 10 എണ്ണേണ്ടി വരും. കൂട്ടിയിട്ട് അവന്മാർ വെള്ളത്തിൽ കിടന്ന് കളിക്കുക, വെള്ളത്തിൽ കളിയാ. ഈ വിലയ്ക്ക് കിട്ടിയത് പാവോ, കൊള്ളാം. എൻ്റെ പാത്രം മറ്റേ ഇതെടുത്ത് കോരി വെച്ച് നമ്മുടെ 5ാമത്തെ വല എടുക്കാൻ പോകട്ടോ. അടയാള കുപ്പി ഇവിടെ ടയറിലാണ് കിട്ടിയിട്ടിരിക്കുന്നത്, എത്തിയില്ല. ടോർച്ചിനായിട്ട് തീരുമാനമാക്കിയിട്ടുണ്ട്. സൈഡൊക്കെ പൊട്ടിച്ചില്ല, കഴുത്ത മാല അല്ല കടിച്ചു പിടിച്ചിരിക്കുന്നത്, കടിച്ചു പിടിച്ചിരിക്കണം. ഞാനടുത്ത് മാലാണ് കഴുത്തിയിട്ടിരിക്കുമായിരിക്കും. കൊടുപണി തുടങ്ങട്ടെ, ബെല്ലാരി ബോംബ്. 5ാമത്തെ വല ഒരു കരിമീനല്ലേ, കുറച്ച് വലിച്ചിട്ടാ കേട്ടോ നമുക്കൊരു കരിമീൻ കയറിയില്ല. ഇവിടെ ഏകദേശം പകുതിക്കുള്ളിൽ വലിച്ച്. ഒരു കരിമീനാണ് കയറിയത്. കഴിഞ്ഞ വലയ്ക്ക് 8 എണ്ണം കിട്ടിയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്തവണ എണ്ണം കുറഞ്ഞത്. അടുത്ത കരിമീൻ കയറി വരുന്നുണ്ട്. 2 എണ്ണം ഉണ്ടോ അവിടെ? അത് നല്ല സൈസ് കരിമീനാണല്ലോ അവിടെ. 2 ഉണ്ട്, നല്ല സൈസ് കരിമീൻ കേട്ടോ പറഞ്ഞോ. മറ്റേന്നുണ്ടോ, അതും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ 3ാമത്തെ കരിമീനാണ് കേട്ടെ, 5ാമത്തെ വലയുടെ. 4ാമത്തെ കരിമീൻ, 4ാമത്തെ കരിമീൻ വെള്ളത്തിൽ കേട്ടോ. അങ്ങനെ കയറട്ടെ നമ്മുടെ കോട്ടയായി കേട്ടോ. 5ാമത്തെ കരിമീനല്ലേ? 5ാമത്തില്ലടാ, 5ാമത്തെ കരിമീൻ. ആ കരിമീൻ കയറി വന്ന പോലും അറിഞ്ഞില്ല കേട്ടോ, കൈ വന്നപ്പോഴാണ് കരിമീനെ കണ്ടത്. തീരാറായെന്നല്ലേ പോലെ. ചുമ്മാ ഞാൻ ഇത് ഓണാക്കിയത്. 6 ആയല്ലേ? 6ാമത്തെ കരിമീൻ കയറിയിരിക്കുകയാണ്. ഊരുവോ? അതങ്ങ് ഊരിയിട്ട് വെച്ച്. ഞാനും വീഡിയോ ചുമ്മാ ഒന്ന് ഓണാക്കിയതാണ്, പല വലിക്കുന്നതെന്ന് കണ്ടെന്നോട്. നമ്മുടേത് 5ാമത്തെ വല എടുത്ത് തീരാറായി കേട്ടോ. തീരാറായെന്നല്ല, തീർന്നു. 5ാമത്തെ വല എടുത്ത് തീർന്നപ്പോൾ 5ാമത്തെ വല എത്ര കിട്ടിയത് ഇതിനകത്ത്? 5 എണ്ണം 6 എണ്ണോ? 5 6 ഉണ്ടല്ലേ? ഞാൻ ആ വല എടുത്ത് തീർന്ന്. നമ്മുടെ 5ാമത്തെ വല കിട്ടി. അത് നല്ല ചിമിട്ട് കരിമീനാണ് കേട്ടോ, നല്ല സൈസ് കരിമീൻ. അത് ഊരി വരുമോ? ഊരി വരാൻ പാടായിരിക്കും. അങ്ങനെ വരയൊന്ന് അഴിച്ചെടുക്കണം. മറ്റേ ചെറുതിനെ ഊരിക്കുക, ചെറുതല്ല. അതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ചെറുതായി പോയി. കണ്ട കിടക്കുന്ന കിടപ്പുണ്ട്. നമ്മൾ നേരത്തെ ഊരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ട് കരിമീനായി. എന്ത് ചെയ്യാം, അത് കിടക്കുക. ഇതിൻ്റെ കിടക്കുന്നു. ഇത് നമ്മൾ നേരെ ആദ്യമേ ഊരിയിട്ട കരിമീൻ കേട്ടോ. അത് 3ാമത്തെ കരിമീനെ ഊരുന്നു. 3ാമത്തെ കരിമീൻ ഊരിയിട്ടിരിക്കുവാണ്. 3 6 കരിമീൻ ഉണ്ടല്ലോടാ. ഇത് 5ാമത്തെ കരിമീൻ. ഇനി ലാസ്റ്റ് വൺ. അവൻ ഇച്ചിരി വലിയ കരിമീൻ. അവൻ കണ്ണീന്ന് ഊരത്തില്ല, അവനെ തിരിച്ചൂരി എടുക്കണം അവിടെ.
ഒരു വീണു നമ്മുടെ വര ഈ തിരിച്ചെടുപ്പായോണ്ടാവട്ടെ. നല്ല വലിപ്പം കാണാം, നല്ല സൈസ് കരിമീൻ. 6 കരിമീനുണ്ട്. 1 2 3 4 5 ആയില്ല 5 6 നമ്മുടെ 6ാമത്തെ വല കേട്ടോ. 6ാമത്തെ വല എടുക്കുന്നത്. ഇനിയിപ്പോൾ ഈ സൈഡിൽ നമ്മുടെ ഈ ഭാഗത്തെ വല ഇടിച്ചിട്ട് ഇതോടുകൂടി തീർന്നു. ഇപ്പോൾ അതേ കാണാൻ പറ്റത്തില്ല, പോള വന്നുകൊണ്ടിരിക്കുക. പോളയാണെങ്കിൽ നമുക്ക് വല ഇടിച്ചിട്ട് പാടാം. 6ാമത്തെ വല എടുത്തുകൊണ്ടിരിക്കുന്നത്. 6ാമത്തെ വലയുള്ള ഫസ്റ്റ് കരിമീൻ കയറുന്നുണ്ട് കേട്ടോ. കുറച്ച് വല എടുത്തിട്ടുള്ളൂ. എന്ത് ചെയ്യാൻ കാണിച്ചടാ, എന്ത് നല്ല കരിമീനാണല്ലേ. കമ്പുണ്ട്, ഇഷ്ടം പോലെ കമ്പ് ഉടക്കമുണ്ട്. നമ്മുടെ ഒരു കരിമീൻ നേരത്തെ ഇപ്പം എന്നടാ തൂളിയ. കുറച്ച് നേരമായിട്ടില്ലാതിരുന്ന തൂളി ഓർണം കയറി. അവനെ കൈയോടെ ഊരി മാറ്റിക്കും. ഊരി ഒരു കിണുക്ക് കൊടുത്തിട്ടേക്ക്. മൊത്തം ഇന്ന് 3ാമത്തെ തൂളിയെ കണ്ടോണല്ലേടാ. ഇന്നെന്തായാലും ഭാഗ്യം കൊണ്ട് തൂളി കുറവാ. ഈ വലയിലെ 2ാമത്തെ തൂളി കേട്ടോ. അവനെ കൈയോടെ ഊരിക്കും. അടുത്ത വലയിൽ കയറി അവൻ കൊടുക്കും. 2ാമത്തെ കരിമീനല്ലേ ഈ 2ാമത്തെ കരിമീൻ. അങ്ങനെ 2 കരിമീനുമായി 2 തൂളിയായി. അത് കൈയോടെ ഊരി വിടും കേട്ടോ. ചെറിയ കരിമീനാണല്ലേ. രണ്ട് 3 ഉണ്ടല്ലേ. അടുത്ത കരിമീൻ കാണാൻ പറ്റുന്നില്ലല്ലേ. അടുത്തല്ല കമ്പ് ഉൾപ്പെടെ വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കുക. അതിനകത്തൊരു കരിമീനുണ്ട്. വിനീഷ് പിടിച്ച കരിമീനില്ല, ജസ്റ്റ് അടക്കാണല്ലേ. അയ്യോ, പുറത്തിട്ട് കൊതു കുത്തി തകർക്കുക. ഇതാ കാണിച്ചടാ. ഇല്ലേ കരിമീനല്ല, ആറ്റുനങ്ക. ആ കാണുന്ന വലിയ നങ്ക കേട്ടോ. നമ്മുടെ 4ാമത്തെ കരിമീൻ കേട്ടോ. ഇപ്പോഴാണ് നമുക്ക് കോട്ട കഴിഞ്ഞത്. എല്ലാ വലയ്ക്കും ഒരു 4 കരിമീൻ വേണം നമ്മൾ ആഗ്രഹിച്ച്. 4 കരിമീനുമായി 2 തൂളിയായി ഒരു ആറ്റുനങ്കായി. ആണോ 5ാമത്തെ കേട്ടോ. ചെറുതൊന്നുമല്ല, ഉരുവാണോ 5. കരിമീൻ നമ്പർ 5. നീഷ് വല വലിച്ചിട്ടുണ്ട്. ഇന്നലെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. പുളിയോ കരിമീനും. നമ്മൾ ഈ വല വലിക്കാൻ നേരത്തെ വല ചെറിയൊരു വൈബ്രേഷൻ കണക്ക് നമുക്ക് തോന്നും മീനുണ്ടെങ്കിൽ. പൊങ്ങാണോ അത് കാണുന്നത്, മീനാണ്, കമ്പാണ്. ആ 2 കരിമീൻ. ഇപ്പോൾ എത്ര എണ്ണം അവിടെ? 5 2 7 അല്ലേ. കോട്ട വലുതായി. നമ്മുടെ 7 2 അല്ല 3 എണ്ണം. 3 കരിമീൻ എന്താ. അത് വലയായിട്ട് മാറ്റി കിട്ടും. അത് ഊരിയെടുക്കും. ഇപ്പോൾ കോട്ട പൂർത്തിയായി. വല തീരാറായി കേട്ടോ. ഈ വല തീരാറായി. വെട്ടമായിട്ട് കാണാം. അതെ, ഒരു നച്ച് കരിമീൻ്റെ കുഞ്ഞാണ് കേട്ടോ ഈ ഊരിക്കൊണ്ടിരിക്കുന്നത്. ലൈറ്റില്ല. നച്ച് കരിമീൻ്റെ കുഞ്ഞ് വല കയറി ഇടാക്കി. മറ്റേ നച്ചറ എന്നൊക്കെ പറയുന്ന സാധനം ഇത് ഇട്ടേക്കോണ. അത് എങ്ങോട്ടോ പോകും.
ഇവിടെ 6ാമത്തെ വലയിലെ കരിമീനാട്ടോ ഇതല്ലേ. ഇന്ന് നഖം വെട്ടിക്കൊണ്ട് നോവില്ല, ഒന്നുമില്ല. ചെറിയ കരിമീൻ ഇതൊക്കെ. കരിമീൻ നമ്മുടെ പേര് അതെ. നൂല് പോലും കാണാൻ മേല. അടുത്ത പോലെയൊക്കെ ഒരു അടിച്ച് കുളിപ്പിക്കുക. ഉപ്പുവെള്ളം വള്ളത്തിലും ഉണ്ട് കേട്ടോ, വായി വരെ കയറി. കരിമീന. നല്ല കരിമീന്. ഇല്ലേ ഇല്ലല്ലേ. നമ്മുടെ ഈ വലയ്ക്ക് 3, 3, 6, 8 കരിമീനുണ്ട് കേട്ടോ. 8 കരിമീനുണ്ട്, ഒരു നങ്കുണ്ട്, ഒരു തൂളിയുണ്ട്. 2 തൂളിയുണ്ട്. പിന്നെ ഒരു നച്ച് കരിമീൻ നമ്മൾ പറഞ്ഞു വിട്ടു. അടി ഇതാ നങ്ക് കണ്ട, അവൻ്റെ പോക്കുണ്ട്. ചാട നമ്മളിപ്പോൾ ഒരു 5, 6 വല അടിച്ച്. 6 വല അടിച്ച് കഴിയുമ്പോൾ ഇത് കണ്ട് ഇവിടെ എല്ലാം പായലായി. ഇപ്പം വെളുപ്പിന് 1:40 അന്നേരം നമ്മൾ കട്ടൻ ചായ എടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു 2 വലയൊക്കെ അടിച്ച് കഴിയുമ്പോൾ ഞങ്ങൾ കടിച്ചായ കുടിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ക്ഷീണം മാറാനും, പിന്നെ മീൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ഉറക്കം വരത്തേ ഇല്ല. ഇന്നെന്തായാലും നമുക്ക് എന്തായാലും കരിമീൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ക്ഷീണമേ തോന്നുന്നില്ലെങ്കിലും ഈ ഇരുന്നുള്ള വള്ളം തുഴയിലും വല വലിക്കലും എന്ന് വെച്ചാൽ പാടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് ഇടയ്ക്ക് വരെ കട്ടൻ ചായ കുടിക്കുക. കട്ടൻ ചായ ഇനിയിപ്പോൾ ഏകദേശം തീരെ. നമ്മളിപ്പോൾ 2ാമത്തെ റൗണ്ടാണോ അവിടെ കട്ടൻ ചായ കുടിക്കുന്നത്? 2, 3 റൗണ്ട് കട്ടൻ ചായ കുടിക്കുക. ഒരു ഫ്ലാസ്കിനകത്ത് കൊണ്ടുവന്നതാണ്. അതിനകത്ത് കുറേശ്ശെ ഒഴിച്ച് കുടിക്കുന്നുണ്ട്. ഇടയ്ക്ക് തീരുന്നുണ്ട്. മിക്കവാറും അടുത്ത റൗണ്ട് ആകുമ്പം ചായയുടെ പരിപാടി തീരും. പിന്നെ എന്തായാലും നമ്മൾ ഈ സ്പോട്ടിൽ നിന്ന് പോവുക. ഇപ്പം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് വല ഒരു സൈഡിൽ നിന്ന് ഇട്ടിട്ട് അടിച്ചടിച്ച് പോകുന്നതുകൊണ്ട് ഞങ്ങൾ ആദ്യം കിട്ടി വെച്ച് നോക്കാൻ നേരത്തില്ലേ, ആദ്യം 3, 4 കിട്ടിയപ്പം നമ്മൾ 4 പ്രതീക്ഷിച്ചു. ഇപ്പം നമുക്ക് എണ്ണം കൂടുതൽ കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് ഒരു വല കൂടി അടിക്കാനുള്ള പാങ്ങുണ്ടായിരുന്നു. അന്നേരം പായലായിപ്പോയി. പായലായതുകൊണ്ട് ഇനിയിപ്പം നമുക്ക് വല അടിക്കാൻ പറ്റത്തില്ല. പായലുള്ള ഇപ്പോൾ ഒരു ചെറിയ കാര്യം ഇങ്ങോട്ട് ഈ സൈഡിലോട്ട് ഒഴുകി വന്നുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ നമ്മൾ എഞ്ചിൻ ഓടിച്ച് അടുത്ത സ്ഥലത്തോട്ട് പോവുക. അടുത്ത സ്ഥലത്ത് പോയിട്ട് അവിടെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ അവിടുന്ന് നമുക്ക് കരിമീനും സിലോപ്പിയൊക്കെ കിട്ടിയതാണ്, തൂളിയായിട്ടൊക്കെ കിട്ടിയതാണ്. എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം.